എല്ലാവർക്കും നമസ്കാരം. കണ്ണൂർ വൺ ചാനലിൻ്റെ നല്ല വാക്ക് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനലിൻ്റെ ഭാഗമായി എല്ലാ ആഴ്ചയും ഞാൻ വി കെ സുരേഷ് ബാബു നിങ്ങളോടൊത്ത് ഏതെങ്കിലും ഒരു വിഷയത്തെപ്പറ്റി നമുക്ക് കൂട്ടമായിരുന്ന് ചിന്തിക്കാൻ അല്പനേരമുണ്ടാകും. ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കുന്ന വിഷയം, കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ജില്ലയിൽ 2 പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുത്തു. അതിലൊന്ന് ഒരു എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു, മറ്റൊന്ന് ഒരു രക്ഷകർതൃ വയോജന സംഘവുമായിരുന്നു. ഈ 2 പരിപാടിയിൽ പങ്കെടുത്ത് തിരിച്ചു വരുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ ചില അനുഭവങ്ങളും ചിന്തകളുമാണ് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത്. എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപകരും പ്രിൻസിപ്പളും ഒക്കെ പറഞ്ഞത്, മാനേജ്മെൻറ്റ് പറഞ്ഞത്, കുട്ടികളെ കിട്ടുന്നില്ല എന്നാണ്. പഠിക്കാൻ കുട്ടികളെ കിട്ടുന്നില്ല. പ്രത്യേകിച്ച് കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ മൈഗ്രേഷൻ വ്യാപകമായി നടക്കുന്ന ഒരു പ്രദേശമാണ്. നമ്മുടെ കുട്ടികളൊക്കെ +2 കഴിഞ്ഞ ഉടൻ തന്നെ UK-യിലേക്കോ കാനഡയിലേക്കോ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കോ പഠനത്തിനായും തൊഴിലിനായിട്ടും പോവുകയാണ്. അവിടത്തേക്കാൾ നല്ല വിദ്യാഭ്യാസം ഇവിടെ കിട്ടാഞ്ഞിട്ടല്ല, അവിടെ പോയാൽ പഠിക്കുകയും ചെയ്യാം, തൊഴിലെടുക്കുകയും ചെയ്യാം. എന്ത് തൊഴിലും എടുക്കാൻ നമ്മുടെ കുട്ടികൾ സന്നദ്ധരാണ്. സ്വന്തം വീട്ടിൽ ഒരു അണ്ടർവെയർ പോലും അലക്കിയിടാത്തവൻ അവിടെ പോയിട്ട് അലക്ക് ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ഇങ്ങനെ പോകുന്നത്? രണ്ടാമത്തെ പരിപാടിയിൽ രക്ഷിതാക്കളുടെ സങ്കടം, അവരുടെ നല്ല കാലത്ത് മുഴുവൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് അവസാനം ഇപ്പോൾ പ്രായമുള്ളവർ വലിയ കൊട്ടാരം പോലുള്ള വീടുകളിൽ TV-യും കണ്ടിരുന്ന് മൊബൈലും നോക്കിയിരുന്ന് ഭക്ഷണം ഓർഡർ ചെയ്ത് കിട്ടും, പണത്തിന് ബുദ്ധിമുട്ടില്ല, എല്ലാ സൗകര്യങ്ങളും ലഭ്യമാണ്, പക്ഷെ സ്നേഹമില്ല. അവരുടെ മക്കളോ കൊച്ചുമക്കളോ ഒന്നും തന്നെ നാട്ടിലില്ല, അവരെല്ലാം വിദേശത്താണ്. ഇവർ മരണപ്പെട്ടാൽ പോലും വിദേശത്തു നിന്ന് നേരിട്ട് ഇവിടുത്തെ ശവസംസ്കാര ചടങ്ങുകൾ വീഡിയോ കോളിലൂടെ കാണുക എന്നല്ലാതെ അവരെ സംസ്കരിക്കാൻ, ആ തലയിലൊന്ന് തൊടാൻ, ആ കാലിലൊന്ന് തൊടാൻ പോലും ആരും വരുന്നില്ല. ഇത്തരത്തിൽ കേവലം ഒരു മൃഗീയമായ അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം പോകുന്നത് എന്താണ്? നമ്മുടെ കുട്ടികളെ കുറ്റം പറയാൻ പറ്റുമോ? ഇല്ല. ഗ്ലോബലൈസേഷൻ വന്നതോടുകൂടി ഈ ഭൂമി മൊത്തം ഒരു ഗ്ലോബൽ വില്ലേജായി മാറിയതോടുകൂടി യാത്രാ സൗകര്യങ്ങളും ഇൻഫർമേഷൻ ടെക്നോളജിയും വർദ്ധിച്ചതോടുകൂടി ലോകത്ത് എവിടെയുള്ള ഭക്ഷണവും എവിടെയുള്ള അറിവും എവിടെയുള്ള സ്ഥാപനങ്ങളും കോളേജുകളും തൊഴിലുകളും എല്ലാം ഏത് മൂലക്കും മുക്കിലും എത്തിക്കാനുള്ള സംവിധാനം നമുക്കിന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് എവിടെയും പോകാം, എവിടെയും പറക്കാം, കാശുണ്ടാക്കാൻ എന്തും ചെയ്യാം. പക്ഷെ അതിനപ്പുറത്ത് കാശുണ്ടാക്കുക, നല്ലൊരു വീടുണ്ടാക്കുക, ആ വീട്ടിൽ നല്ലൊരു കാറുണ്ടാവുക എന്നതിനപ്പുറത്ത് മനുഷ്യന് ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നമ്മുടെ രക്ഷിതാക്കൾ കുട്ടികളിൽ കൊടുക്കുന്നതിൽ വന്ന പരാജയമല്ലേ ഇതിനൊക്കെ കാരണമായത്? എന്താണ് ആ പരാജയത്തിന് കാരണം? നമ്മുടെ കുട്ടികളല്ലേ A+ നേടുന്നു, +1 പഠിക്കുന്നു, +2 പഠിക്കുന്നു. ഈ പ്ലസ് എന്താണ്? ഈ കാര്യം നമ്മുടെ കുട്ടികളും രക്ഷിതാക്കളും നന്നായി അറിയണം. പ്ലസ് എന്ന് പറയുന്നൊരു ചിഹ്നം വികാസത്തിൻ്റെ ചിഹ്നമാണ്. കൂട്ടണമെന്ന് മലയാളത്തിൽ പറയുന്നുണ്ടല്ലോ, അധികമെന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. അതിവർഷം 2024 അതിവർഷമാണ്. ഒരു ദിവസം +ആണ്. ഒരു ദിവസം ഫെബ്രുവരി മാസത്തിന് 29 ദിവസമുണ്ട്. അതുകൊണ്ട് 366 ദിവസം ഉള്ളത് കൊണ്ട് 2024 അതിവർഷമാണ്. എന്താണ് ഈ അധി? ഈ അധി എങ്ങനെയാണ് ഉണ്ടാവുന്നത്? മൃഗത്തിൽ നിന്ന് മനുഷ്യൻ വ്യത്യസ്തനാവുന്നത് എങ്ങനെയാണ്? ആ മൃഗവും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ കാരണം കാലദേശ ബന്ധങ്ങളാണ്. എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾക്കും പക്ഷികൾക്കും കാലമില്ല. ഇന്ന് ചൊവ്വാഴ്ചയാണെന്ന് ഒരു പക്ഷിക്കും മൃഗത്തിനും അറിയില്ല. ഇത് കണ്ണൂർ കോർപ്പറേഷനാണെന്ന് ഒരു പക്ഷിക്കും മൃഗത്തിനും അറിയില്ല. അവർ ഇന്ത്യക്കാരാണെന്നറിയില്ല, അവർ മലയാളികളാണ്, കേരളീയരാണെന്നറിയില്ല. ദേശബോധമില്ല, കാലബോധമില്ല. എന്നാൽ മനുഷ്യനായത് തൻ്റെ ഇടമുണ്ടായപ്പോഴാണ്. എന്താണ് ഈ തൻ്റെ ഇടം? തൻ്റെ ഇടം എന്ന വാക്കിൻ്റെ അർത്ഥം തൻ്റേതായ ഒരിടം എന്നാണ്.
നാളികേരത്തിൻ്റെ നാട്ടിൽ എനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് എന്ന പഴയ സിനിമാ ഗാനത്തിൽ പറഞ്ഞതുപോലെ എല്ലാവർക്കും വേര് പിടിച്ചൊരിടമുണ്ട്. ആ ഇടവുമായിട്ട്, നമ്മുടെ നാടുമായിട്ട്, നമ്മുടെ കുട്ടികളെ, അതിൻ്റെ സംസ്കാരവുമായിട്ട്, നമ്മുടെ തലമുറയെ കണക്റ്റ് ചെയ്യുന്നതിൽ നമ്മുടെ പഴയ തലമുറ പരാജയപ്പെട്ടു പോയി. അവർക്ക് നല്ല വീട് കെട്ടി, നല്ല ഭക്ഷണം കൊടുത്തു, നല്ല കട്ടിലുണ്ടാക്കി, നല്ല കിടക്ക വിരിച്ചു, നല്ല ടോയ്ലറ്റ് ഉണ്ടാക്കി, നല്ല വാഹനം വാങ്ങിക്കൊടുത്തു, നല്ല സ്കൂളിൽ ചേർത്തു, നല്ല ഫീസ് അടച്ചു എന്നതല്ലാതെ നമ്മുടെ വീടിൻ്റെ ഇടവലക്കാരെ, അവരുമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് കണക്ഷൻ ഉണ്ടോ? ഇടവലക്കാരെന്ന് പറഞ്ഞാൽ ഇടത്തും വലത്തും ഉള്ളവരാണ്. ആരെങ്കിലും പുറത്തുള്ള ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ, ചെറുപ്പക്കാരാരെങ്കിലും വരാന്തയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ പൊരുന്നിരിക്കുന്ന കാട്ടുകോഴി പറക്കുന്നത് പോലെ ഉടനെ ഓടി അകത്തേക്ക് പോയിട്ട് അമ്മേ അച്ഛാ ആരോ വന്നിട്ടുണ്ട് എന്ന് പറയുകയാണ്. വന്നവരോടൊന്ന് ഇരിക്കാൻ പറയാൻ, അവർക്കൊരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ താല്പര്യവും മനസ്സുമുള്ള എത്ര കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പം നമ്മുടെ ഇടവലക്കാരിലൂടെ ഈ ചുറ്റുവട്ടമുള്ള സമൂഹത്തെ കണക്ട് ചെയ്തില്ല. നമ്മുടെ ദേശത്തിൻ്റെ പ്രത്യേകതകൾ, അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ നമ്മുടെ കുട്ടികളെയും കൂട്ടിയിട്ട് നാട്ടിലെ ഇടവഴികളിലൂടെ, നടവരമ്പുകളിലൂടെ കുന്നിലേറാനും പുഴയിൽ കുളിക്കാനും നമ്മുടെ രക്ഷിതാക്കൾക്ക് സമയമില്ല. അവരെ ഗ്രാമത്തിൻ്റെ ഗൃഹാതുരത്വമായിട്ട് കണക്റ്റ് ചെയ്തില്ല. ദേശബോധമില്ല. കാലബോധമുണ്ടോ? മനുഷ്യൻ സംസ്കാരത്തിൻ്റെ പ്രവാഹത്തിൽ ഒരു കണ്ണി മാത്രമാണ്. നമ്മുടെ ശരീരം അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വന്നതാണെങ്കിലും നമ്മുടെ മനസ്സ് കാലാകാലങ്ങളായിട്ട് ആദിമ മനുഷ്യൻ മുതൽ ഇങ്ങോട്ടുണ്ടായ കാട്ടാളത്വത്തിൽ നിന്ന് മാനവികതയിലേക്ക് വന്ന കാലഘട്ടം മുതലുള്ള എല്ലാ സംസ്കാരവും നമ്മളൊരു കുട്ടിയിലേക്ക് പകർന്നു കൊടുക്കുന്നുണ്ട്. അതില്ലേ മനുഷ്യനല്ല. പക്ഷെ ആ സാംസ്കാരിക പകർച്ച ഇപ്പോൾ മിക്ക കുടുംബങ്ങളിലും നടക്കുന്നില്ല, ഒത്തുചേരുന്നില്ല. വീട്ടിൽ വരാന്തകളുണ്ടോ? മുറ്റങ്ങളുണ്ടോ? ചത്വരത്തിൽ നിന്ന് കരതല ചതുരത്തിലേക്ക് ചുരുങ്ങിയില്ലേ? ചത്വരം മുറ്റമാണ്. മുറ്റത്ത് നിന്ന് കയ്യിലിരിക്കുന്ന ഒരു ചതുര ആകൃതിയിലുള്ള ഒരു കമ്പ്യൂട്ടർ, അതാണല്ലോ എല്ലാവരുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ, ഒരു മിനി കമ്പ്യൂട്ടറാണ്. അതിലേക്ക് ചുരുങ്ങി. ഉയർന്നു നോക്കുന്ന കണ്ണുകളെല്ലാം, കൃഷ്ണമണിയെല്ലാം താഴോട്ട് മാത്രമാണ്. ഫേസ്ബുക്കിൻ്റെ എഫിൻ്റെ വളവ് പോലെ നമ്മുടെ തല കുനിഞ്ഞിരിക്കുന്നു, കണ്ണുകൾ താഴോട്ടാണ്. സുഹൃത്തിൻ്റെ മുഖം കാണണമെങ്കിൽ, മകൻ്റെ മുഖം കാണണമെങ്കിൽ, അവൻ്റെ കണ്ണുകളിലെ ആർദ്രതയും സ്വപ്നങ്ങളും ദൈന്യതയും പ്രതീക്ഷകളും കാണണമെങ്കിൽ അവൻ സെൽഫി എടുത്തയക്കണമെന്നൊരവസ്ഥയിലേക്ക് വന്നു. സ്വന്തം ദേശത്തിൻ്റെ സംസ്കാരവുമായിട്ട്, സ്വന്തം കുടുംബത്തിൻ്റെ സംസ്കാരവുമായിട്ട്, സ്വന്തം നാടിൻ്റെ പൈതൃകവുമായിട്ട് നമ്മുടെ കുട്ടികളെ കണക്ട് ചെയ്തില്ല. അപ്പോൾ ഈ കാലബോധവും ദേശബോധവും ചേരുന്നതിനെയാണ്, കാലബോധത്തെ നമുക്ക് വൈ ആക്സിസ് ആയിട്ട് കുത്തനെ വരയ്ക്കാം, വെർട്ടിക്കൽ ലൈനാക്കാം. ദേശബോധത്തെ നമുക്ക് ഹൊറിസോണ്ടൽ ലൈനാക്കാം, എക്സ് ആക്സിസ് ആക്കാം. ഈ എക്സ് ആക്സിസും വൈ ആക്സിസും ചേർന്നതാണ് പ്ലസ് എന്ന് പറയുന്ന ചിഹ്നം. നമ്മുടെ കുട്ടികൾ +1 ചേരുമ്പോൾ, +2 ചേരുമ്പോൾ, A+ നേടുമ്പോൾ അവൻ ഈ കാലദേശങ്ങളെയാണ് പ്ലസ് ആക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചോ? അത് ചെയ്യേണ്ടത് നമ്മുടെ പാഠപുസ്തകങ്ങളും വിദ്യാലയങ്ങളും മാത്രമല്ല. അവർക്കും നല്ല പങ്കുണ്ട് അതിൽ. അവർക്കും ചുറ്റുവട്ടമുള്ള സംസ്കാരവുമായിട്ട് നമ്മുടെ സ്കൂളിലെ കുട്ടികളെ കണക്ട് ചെയ്യുന്നതിൽ അധ്യാപകരും വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല. സ്കൂളിൻ്റെ പരിസരത്തുള്ള ഭൂപ്രകൃതി എന്താണെന്ന് കുട്ടികൾക്കറിയില്ല. അവർക്ക് ഗേറ്റിൻ്റെ ഉള്ളിൽ മാത്രമേ അറിയുന്നുള്ളൂ. അവർ നടന്നു പോകുമ്പോൾ വീട്ടിൽ നിന്ന് സ്കൂളിലെത്തുന്നത് വരെയുള്ള വഴിയിലുള്ള എല്ലാ കാഴ്ചകളും, അതുവഴി പോകുന്ന പട്ടികളും പൂച്ചകളും, ആ പോകുന്ന വഴിയിലെ കച്ചവടക്കാരുമായിട്ടെല്ലാം കണക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ബഹിരാകാശ യാത്രികനെ റോക്കറ്റിൽ കയറ്റുന്നത് പോലെ ചുമലിലൊരു ബാഗുമിട്ട് വണ്ടിയിലേക്ക് തള്ളിക്കയറ്റുന്നതോടുകൂടി തീർന്നു. പിന്നീട് വൈകുന്നേരം തള്ളി ഇറക്കുന്നതോടുകൂടി തീർന്നു. ആ കുട്ടിക്ക് ആ വീടിൻ്റെ അകം, അത് പുറം അറിയില്ല, മുറ്റം അറിയില്ല. മുറ്റത്തെ പൂക്കളോട് സംവദിക്കാൻ, കുട്ടികളോട് സംസാരിക്കാൻ വീട്ടിൽ രക്ഷിതാക്കൾക്ക് നേരമില്ല. രാവിലെ എഴുന്നേറ്റിട്ട് നേരെ കുട്ടിയുടെ ശരീരത്തിനാവശ്യമായ ഭക്ഷണമുണ്ടാക്കാൻ അടുക്കളയിൽ കയറുന്നതിന് പകരം
മുന്നിലത്തെ വാതിൽ തുറക്കുകയും പ്രഭാതത്തെയും പ്രകാശത്തെയും പ്രകൃതിയെയും കാട്ടിക്കൊടുക്കുകയും ആ മുറ്റത്ത് വിരിഞ്ഞിരിക്കുന്ന പൂക്കളെയും പൂക്കളിൽ വന്നിരിക്കുന്ന പൂമ്പാറ്റകളെയും അതിനെ ചുറ്റിപ്പറക്കുന്ന തുമ്പികളെയും ഒക്കെ ഒന്ന് നോക്കാൻ, ആ പ്രകൃതിയുടെ വിലോലഭാവങ്ങളെ കാണിച്ചു കൊടുക്കാൻ നേരമുണ്ടോ നമ്മുടെ രക്ഷിതാക്കൾക്ക്? ഇല്ല. അവരുടെ മനസ്സിൻ്റെ ആർദ്രത വളർത്തിയെടുത്ത് തൻ്റെ ദേശവുമായിട്ട് തൻ്റെ കാലവുമായിട്ട് തൻ്റെ മക്കളെ, കൊച്ചുമക്കളെ കണക്റ്റ് ചെയ്യുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു പോയി. BSNL പറയുന്നത് പോലെ കണക്റ്റിംഗ് ഇന്ത്യ, കണക്റ്റിംഗ് കേരള, കണക്റ്റിംഗ് കണ്ണൂർ, കണക്റ്റിംഗ് കുടുംബം, കണക്റ്റിംഗ് നമ്മുടെ ദേശം. ഈ കണക്ഷൻ ഉണ്ടാക്കാതെ കുട്ടികൾക്ക് എന്തിനോടാണ്? നമുക്കൊരു മമത വേണ്ടേ? അച്ഛൻ, അമ്മ, നാട്, കാലം, ഇതൊക്കെ ഇതിനോടൊരു മമത ഉണ്ടാക്കുന്നത് ആരാണ്? അവർ ജനിക്കുമ്പോൾ മമതയും കൊണ്ടാണോ വന്നത്? അതൊന്നുമല്ല. ആ മമതകളൊക്കെ പാരമ്പര്യമായിട്ട് നമ്മുടെ അനുഭവങ്ങളിലൂടെ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നതാണ്. ആ മമത നഷ്ടപ്പെട്ടു പോകുമ്പോൾ ആ കുട്ടികൾക്ക് വേരുകൾ പറിച്ചു കൊണ്ടുപോകുന്നതിൽ ഒരു പ്രയാസവും ഉണ്ടാവില്ല. ദൈവത്തിൻ്റെ വികൃതികൾ എന്ന എം മുകുന്ദൻ്റെ നോവലിൽ അതിനെ സിനിമയാക്കിയല്ലോ നമ്മുടെ ലെനിൻ രാജേന്ദ്രൻ. ആ സിനിമയിൽ അതിമനോഹരമായിട്ട് മധുസൂദനൻ നായർ ആലപിച്ചൊരു കവിതയുണ്ട്. ആ കവിതയിൽ അടരുവാൻ വയ്യ നിൻ്റെ ആത്മഹൃദത്തിൽ നിന്നും എന്ന് പറയുന്നൊരു വരിയുണ്ട്. താൻ ജീവിച്ച കാലത്തിൽ നിന്നും ദേശത്തു നിന്നും അടർന്നു പോകാനുള്ള പ്രയാസമുള്ള മനുഷ്യരുണ്ടായിരുന്നു. അതിപ്പോൾ നമ്മുടെ കുട്ടികൾക്കില്ല. ഇനി അവരെ ഇവിടെ തന്നെ പിടിച്ചു കെട്ടണമെന്നാണോ ഞാൻ ഈ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥമല്ല. അവരുടെ അറിവിനെ നമ്മുടെ കാലത്തോടും നമ്മുടെ ദേശത്തോടും അപ്ഡേറ്റ് ആക്കി കണക്റ്റ് ചെയ്യാൻ, അവരുടെ അറിവിനെ ഈ നാട്ടിൽ ഈ മണ്ണിൽ ഉപയോഗിക്കാനുള്ള ഇച്ഛാശക്തിയും തിരിച്ചറിവും ഉണ്ടാക്കി കൊടുക്കുന്നതിൽ നമ്മുടെ പാഠ്യപദ്ധതിയും വേണ്ടത്ര വിജയിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ കാനഡയിലേക്കും UK യിലേക്കൊക്കെ പറന്നു പോകുന്നതിൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ എന്തു ചെയ്യണം? നമുക്ക് കാനഡയിൽ പോകണ്ട, UK യിൽ പോകണ്ടെന്ന് പറയാൻ പറ്റില്ല. പോകേണ്ടവർ പോകട്ടെ. പക്ഷേ എല്ലാവരും അവിടെ പോയാലേ രക്ഷപ്പെടൂ എന്ന സാധ്യതയല്ല. നമ്മുടെ നാട്ടിലും തൊഴിലവസരങ്ങളുടെ അനന്ത സാധ്യതകൾ എക്സ്പ്ലോർ ചെയ്യപ്പെടുന്നുണ്ട്. അതിനാദ്യം വേണ്ടത് നാട്ടിൽ എന്തു പണിയെടുക്കുമ്പോഴുമുള്ള മടി അകറ്റുക എന്നതാണ്. നമ്മുടെ കല്യാണ മാർക്കറ്റിൽ വിദേശത്ത് പോയാൽ മാത്രമേ, IT യിൽ ജോലി ചെയ്താൽ മാത്രമേ, സർക്കാർ ജോലി കിട്ടിയാൽ മാത്രമേ തൊഴിലിന് മാന്യതയുള്ളൂ എന്ന തെറ്റായ മുൻവിധികൾ മലയാളികൾ തിരുത്താത്തതാണ് പ്രശ്നം. വരുമാനം കിട്ടുന്നുണ്ടോ എന്നതാണ് ചോദ്യം. നന്നായി ജീവിക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം. എന്തു പണിയെടുക്കുന്നു എന്നത് ചോദ്യമല്ല. ഏതു പണിയും എടുക്കാം. ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചിട്ട് സ്റ്റാർ ഹോട്ടലിൽ ഭക്ഷണം സർവ് ചെയ്യുന്ന ആയാൽ അത് മാന്യമായ തൊഴിലും, നമ്മുടെ നാട്ടിൽ ഒരു ഹോട്ടലിൽ ഭക്ഷണം വിളമ്പാൻ പോയാൽ അത് ഹോട്ടലിലെ മേശ തുടക്കുന്ന പണിയുമായി കരുതുന്ന തൊഴിലിനോട് കാണിക്കുന്ന വിവേചനവും മുൻവിധിയുമാണ് നമുക്ക് പറ്റിയ അബദ്ധം. അതുകൊണ്ട് നമ്മുടെ മുൻവിധികൾ അടിച്ചു പൊളിക്കണം. പുതിയ കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ ചിന്തകളുടെ വ്യാകരണം മാറ്റണം. പുതിയ കുട്ടികൾ എന്ത് തൊഴിലെടുത്താലും അതിന് മാന്യത കൊടുക്കണം. മോഹൻലാലിൻ്റെ മകൻ വിദേശത്ത് പോയിട്ട് ഒട്ടകത്തെ മേയ്ക്കുകയും പശുവിനെ മേയ്ക്കുകയും ചെയ്തിട്ട് ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അത്ഭുതമായിട്ട് മലയാളികൾ കാണരുത്. അതൊരു സ്വാഭാവികമായിട്ടാണ്. ആ പണി എന്താ അയാൾക്ക് എടുത്തൂടെ? ആ പണി അയാൾക്ക് എടുക്കാമല്ലോ. ഏതൊരാൾക്കും എന്തു പണിയും എടുക്കാം. കുടിലിൽ പറന്നവന് കൊട്ടാരത്തിൽ കമ്പ്യൂട്ടർ നോക്കാം, കൊട്ടാരത്തിൽ പറന്നവന് കുടിലിൽ വന്നിട്ട് പശുവിനെ മേയ്ക്കാം. അത് അവൻ്റെ ഇഷ്ടമാണ്. അതിൽ കിട്ടുന്ന വരുമാനം അവൻ്റെ സ്വന്തം വരുമാനമാണ്. അതിലെന്ത് മറ്റുള്ളവർ അഭിപ്രായം പറയുന്നു? മറ്റുള്ളവർ അതിനെപ്പറ്റി എന്തിനു വിലയിരുത്തുന്നു? അത്തരത്തിൽ ഏത് തൊഴിലിനും മാന്യതയുണ്ട് നമ്മുടെ നാട്ടിൽ. തൊഴിലെടുത്ത് അതിജീവിക്കാനുള്ള സാധ്യതകൾ ഒരുപാടുണ്ട്. ആ സാധ്യതകളെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കണമെങ്കിൽ നമ്മുടെ കാലത്തെയും നമ്മുടെ ദേശത്തെയും കുട്ടികൾക്ക് പ്ലസ് ചെയ്തു കൊടുക്കാൻ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും വിദ്യാലയങ്ങൾക്കും സമൂഹത്തിനും ബാധ്യതയുണ്ട്. ആ ബാധ്യത നിർവഹിച്ച് നല്ല അതിസമർത്ഥരായ നമ്മുടെ കുട്ടികളെ വിദേശത്ത് കൊണ്ടുപോയിട്ട് അവരുടെ ബുദ്ധിയെയല്ല അവരുടെ സാമർഥ്യത്തെ മാത്രം
ഉപയോഗപ്പെടുത്തിയിട്ട് അടിമപ്പണി ചെയ്യിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ആ ബുദ്ധി നമ്മുടെ രാജ്യത്തിൻ്റെ വികാസത്തിന് ഉപയോഗിച്ചിരുന്നുവെങ്കിൽ രാമായണവും മഹാഭാരതവും നളന്തയും തക്ഷശിലയും ഒക്കെ ഉണ്ടായിരുന്ന നമ്മുടെ രാജ്യം പട്ടിണി രാജ്യമായി പോകാൻ കാരണം ഈ ബുദ്ധിയെ എക്സ്പ്ലോർ ചെയ്തിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ പഴയതൊന്നും മറക്കില്ല, പുതിയതൊന്നും പഠിക്കില്ല എന്ന ശീലങ്ങളിൽ നിന്ന് നമുക്ക് നമ്മുടെ രക്ഷിതാക്കൾക്ക്, നമ്മുടെ കുടുംബ ബന്ധങ്ങൾക്ക് മാറ്റം വരുത്താം. നമുക്ക് നമ്മുടെ കുട്ടികളെ നമ്മുടെ കാലത്തിനും നമ്മുടെ ദേശത്തിനും പറ്റുന്ന വിധത്തിൽ അവരുടെ അറിവിനെ, അവരുടെ വിവേകത്തെ, അവരുടെ അധ്വാന ശക്തിയെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി നമുക്ക് പരിശ്രമിച്ചാൽ നമ്മുടെ കുട്ടികൾ ഇവിടെ കുറേ ആളുകളെങ്കിലും ഇവിടെ തന്നെ നിൽക്കും, പിടിച്ചു നിൽക്കും. ഇവിടെ നമ്മുടെ നാടിനെ പ്ലസ്സിലേക്ക്, വികാസത്തിലേക്ക് കൊണ്ടുപോകാൻ അവർ ശ്രമിക്കും. അതിനുവേണ്ടി പരിശ്രമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നല്ല വാക്ക് അവസാനിക്കുന്നു. വീണ്ടും മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് കണ്ണൂർ വൺ ചാനലിൽ കാണാം. നമസ്തേ.